എൻ്റെ ഒരു തീവ്ര ആഗ്രഹമായിരുന്നു വൈഷ്ണോദേവിയെ കാണാൻ പോകണം എന്നുള്ളത്. ഏകദേശം 2 വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ നടന്നത്. ദേവി വിളിച്ചാലല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സുകൊണ്ട് ദേവിയെ കാണാൻ പോവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ക്ലൈമറ്റ് മാർച്ച്, ഏപ്രിലും ഒക്ടോബർ, നവംബറാണ് ഏറ്റവും നല്ല ക്ലൈമറ്റ്. കാരണം ഒരുപാട് തണുപ്പൊക്കെയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ അവൈലബിൾ ആണോ നോക്കണം. ഖത്രയിൽ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ ഒരുപാടുണ്ട്. സീസൺ സമയമാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ട്രാവൽ ഏജൻസി വഴിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യമില്ല. കാരണം ഞാൻ മോക്ഷ ട്രാവൽസ് വഴിയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. എല്ലാവരും തന്നെ ചെയ്തു എന്നുള്ളതാണ്. അത് ഞങ്ങൾ 20 പേരുള്ള ഒരു ടീമായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നേരെ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് പിന്നെ ട്രെയിനിലാണ് വന്നത്. ഏകദേശം 10-11 മണിക്കൂറോളം എടുത്തു ഖത്രയിൽ എത്താനായിട്ട്. പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ജേർണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിലും നല്ലത് നമ്മൾ ഫ്ലൈറ്റിൽ ജമ്മുവിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ജമ്മുവിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററുള്ള ടാക്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഖത്രയിൽ എത്താൻ പറ്റും. അപ്പോൾ നല്ലൊരു യാത്രയായിരിക്കും അത്. പിന്നെ ഞങ്ങൾ കുറച്ച് മെഡിസിൻസ് ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. അഥവാ എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദനയൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിരുന്നു. കാരണം നമ്മൾ നല്ല ഉയരത്തിലേക്കാണ് പോകുന്നത്. ഏകദേശം 5200 അടി ഉയരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കരുതുക. ഞങ്ങളോട് കോർഡിനേറ്റർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ കയ്യിൽ കരുതിക്കോണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ്. അന്നത്തെ ദിവസം നമുക്ക് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും പറ്റത്തില്ല. നല്ല ഉയരത്തിലേക്കുള്ള യാത്രയാണല്ലോ. അപ്പോൾ അത് കരുതിയിരുന്നു. അതുപോലെ ഒരു കുട വേണമെന്ന് പറഞ്ഞിരുന്നു. കുടയുടെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ വെള്ളം എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളത്തിനായാലും ധാരാളം സ്റ്റോൾ അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെയും ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കരുതിക്കോണം. ട്രെക്കിംഗ് ഷൂസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഡ്രസ്സായാലും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ധരിക്കാവുള്ളൂ. കാരണം ഒരുപാട് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ ഒരു തൊപ്പി വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ കരുതാം എന്നുള്ളതാണ്. പോസ്റ്റ് പെയ്ഡ്സും മാത്രമേ അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അഥവാ നമുക്ക് പോസ്റ്റ് പെയ്ഡ്സും വേണമെന്നുണ്ടെങ്കിൽ 300 രൂപ അടച്ച് നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഞങ്ങൾ ഖത്രയിലുള്ള ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി. നേരെ RFID കാർഡ് എടുക്കാനായിട്ട് യാത്രാ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. ആധാർ കാർഡ് കൊടുത്തു. ഞങ്ങൾക്ക് ഉടൻ തന്നെ കാർഡ് കിട്ടി. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഖത്രയിൽ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നതെന്നുള്ളതാണ്. ഞങ്ങൾ ഓടിപ്പോയി ഒരു വടിയൊക്കെ വാങ്ങിച്ചു. കാരണം എല്ലാവരും വാങ്ങുന്നത് കണ്ടു. അന്നേരം അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും മനസ്സിലാക്കിയില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഏകദേശം 13 കിലോമീറ്ററോളം നമുക്ക് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ദേവിയെ കാണാൻ പറ്റത്തുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5200 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ പല രീതികളുണ്ട്. അതിൽ ഒരു രീതി എന്ന് പറയുന്നത് ട്രെക്കിംഗ് ആണ്. പിന്നുള്ളത് നമുക്ക് ഡോളി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുതിരപ്പുറത്ത് പോവാം, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി കാർ യൂസ് ചെയ്യാം. അത് ഇവിടെ നിന്നല്ല, അർദ്ധകുവാരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് നമ്മുടെ ട്രെക്കിംഗ് പോയിന്റിൽ നിന്നും ഏകദേശം 6-6.5 കിലോമീറ്റർ കഴിയുമ്പോൾ അർദ്ധകുവാരി എന്നൊരു സ്ഥലത്തെത്തും. അവിടെ നമുക്ക് ബാറ്ററി കാർ അവൈലബിൾ ആണ്. അതും ഓൺലൈൻ ബുക്കിംഗ് ആണ്. നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഹെൽത്തും നമ്മുടെ ടൈമും നമ്മുടെ ബഡ്ജറ്റും എല്ലാം നോക്കിയിട്ട് വേണം ഏത് രീതിയിൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഓരോന്നിനും ഓരോന്നിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കുതിരപ്പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരുപാട് കംഫർട്ടബിൾ ആവണമെന്നില്ല എന്നുള്ളതാണ്. അതേസമയം ട്രെക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം നടക്കണം. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ ഡോളി യൂസ് ചെയ്യാം. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ കുതിരയും ഡോളിയും എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് തന്നെ കുതിരപ്പുറത്ത് പോകാം, അല്ലെങ്കിൽ ഡോളി ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അമ്പലത്തിലേക്ക് പോയപ്പോൾ കുതിരപ്പുറത്താണ് പോയത്. കുറച്ച് പേര് അർദ്ധകുവാരി വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് മാറി വേറെ കുതിരയാണ് എടുത്തത്. പക്ഷെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ, മുകളിൽ നിന്ന് ഖത്ര വരെ നമുക്ക് ഒരേ കുതിരയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. 1650 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഡോളിക്ക് അവർ 9000 രൂപയാണ് വാങ്ങിയത്. അപ്പോൾ ഒരുപാട് രൂപ കൂടുതലാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. പക്ഷെ നമ്മളത് ബാർഗെയിൻ ചെയ്ത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടാണ് നമ്മൾ നടക്കുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇരുവശങ്ങളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ കോഫി, ടീ, അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോകുന്ന വഴി ധാരാളം കുരങ്ങന്മാരെ കാണാൻ പറ്റും.
അവർ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമെന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്നൊന്ന് പേടിച്ചു, കാരണം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉള്ളത് കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തട്ടിപ്പറിക്കാൻ വന്നു. പക്ഷേ ഞങ്ങളൊന്ന് പേടിച്ചു എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് പഴയ റോഡ് വഴിയാണ്. പഴയ റോഡാകുമ്പോൾ ഭയങ്കര തിരക്കാണ്. കുതിരകളൊക്കെ ഉള്ളത് കാരണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ നടക്കാനായിട്ട്. അത്ര തിരക്കായിരിക്കും. സമയം പുതിയ റോഡാണെങ്കിൽ ഭയങ്കര നീറ്റാണ്. കുതിരകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയും നമുക്ക് സമാധാനമായിട്ട് നടക്കാം എന്നുള്ളതാണ്. ഞങ്ങൾ ദർശനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുതിയ റോഡ് വഴിയാണ് വന്നത്. അമ്പലത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം, അതായത് പേഴ്സ്, മൊബൈൽ, ക്യാമറ, ഇതെല്ലാം നമ്മളവിടെ ഏൽപ്പിച്ചിരുന്നു. അവിടെ ലോക്കർ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറിയത്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് തുടങ്ങിയ ട്രെക്കിംഗ് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് എത്തിയത്. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കായത് കാരണം 2-2.5 മണിക്കൂറോളം ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ 3 ഭാവങ്ങളിലുള്ള ദേവിയെ, സരസ്വതി, ലക്ഷ്മി, മഹാകാളി എല്ലാം കാണാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഭൈരവ ക്ഷേത്രത്തിലേക്കാണ്. ഭൈരവ ക്ഷേത്രം കൂടെ തൊഴുതെങ്കിൽ മാത്രമേ ഈ തീർത്ഥാടനം കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്നുള്ളതാണ്. ഈ ക്ഷേത്രം 2 കിലോമീറ്റർ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ നടന്നു പോവാം, അല്ലെങ്കിൽ റോപ്പ് വേ വഴി പോകാം. റോപ്പ് വേ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് എടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ അമ്പലത്തിലെത്തുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ദർശനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി ഏകദേശം 15 കിലോമീറ്ററോളം നടന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് താഴെ എത്താൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ റോഡിലെല്ലാം നല്ല തിരക്കായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് 6 മണിക്ക് തിരിച്ച ഞങ്ങൾ രാത്രി 1:30 കൂടിയാണ് ഞങ്ങൾ കത്രയിൽ എത്തിയത് തന്നെ. എനിക്ക് തോന്നുന്നു രാത്രിയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ദർശനത്തിന് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് റോഡിലെല്ലാം തിരക്കായിരുന്നു എന്നുള്ളതാണ്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ദേവിയുടെ അനുഗ്രഹത്തിനായി എത്തുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഭക്തർ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. വഴിയിലെല്ലാം ജയ് മാതാദി എന്ന ഭക്തിനാഥം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്നെല്ലാം താഴെ എത്തിയപ്പോഴത്തേനും ഒരുപാട് മസാജിങ് സെൻറ്റേഴ്സ് കണ്ടു. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം മസാജിങ് സെൻറ്റേഴ്സിൽ ഇരിക്കുന്നതും കണ്ട് അങ്ങനെ ഞങ്ങളും കയറി കേട്ടോ. ചെറിയൊരു മസാജ് നല്ലതാണ്, കാരണം ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നതല്ലേ, നമ്മുടെ കാലിനൊക്കെ നല്ല വേദനയായിരിക്കും. അപ്പം ഇത് ഒരു മസാജ് നമുക്ക് ശരിക്കും പറഞ്ഞൊരു റിലീഫായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 15 മിനിറ്റിന് എങ്ങാണ്ട് 50 രൂപ മാത്രമേ വാങ്ങിയുള്ളൂ. ഞങ്ങൾ രാത്രിയായല്ലോ തിരിച്ചു വന്നപ്പോൾ. ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വന്നപ്പോഴാണ് അവിടെ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങോട്ട് കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും രാത്രി ആയതുകൊണ്ടാവാം അന്നേരമാണ് ഇത്രയധികം കടകളുണ്ടെന്ന് മനസ്സിലായത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നാൽ പോലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ രാവിലെ ദർശനത്തിന് പോകാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന RFID കാർഡ് തിരിച്ച് ദർശനം എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഖത്രയിൽ അവിടെ ഒരു കൗണ്ടറുണ്ട്, അവിടെ നമ്മൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യണം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ദേവിയെ കാണണം എന്നുള്ളത്. ഒരു തടസ്സവും കൂടാതെ നന്നായിട്ട് തൊടാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അത്യപൂർവമായ ഈ തീർത്ഥാടനം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ദേവിയുടെ അടുത്തേക്ക് എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.